Hi, doctor. Hi. സാറിന് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. കുറെ മെമ്മറബിൾ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആൻസൈറ്റിയും ആയിട്ടാണ് വന്നത്, ക്ലിനിക്കലി വന്നത്. അപ്പോൾ പല്ല് പറിക്കാൻ സമയത്ത് തന്നെ ഒരിക്കലും അവർ അഗ്രി ആയില്ല. ഞങ്ങൾ കുറെ ടൈം എടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ആക്ച്വലി അതൊരു ഇളകുന്ന പല്ലായിരുന്നു. യൂഷ്വലി 5 minutes കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യുന്ന കേസാണ്. അത് അറൗണ്ട് ഒരു ഫേഷ്യൽ ഇഞ്ചക്റ്റബിൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എത്രത്തോളം സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഒന്ന് പറയാമോ? എത്രത്തോളം എക്സ്പേർട്ട് ആണോ ഇഞ്ചെക്ട് ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും. നാച്ചുറൽ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അവർക്ക് ഫേസിലാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ബോഡിയിലുള്ള ഇഷ്യൂസ് അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആവുകയും ചെയ്യും. ഫേഷ്യൽ എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ടബിൾസ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. നീഡിലിന്റെ പേടി, പിന്നെ റിസൾട്ട് ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നുള്ള പേടി, അങ്ങനെ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെടുത്ത് വന്നത്. ഡാർക്ക്നെസ് ഫീൽ ചെയ്തിട്ട് പല ക്രീംസും പല കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, എന്താണ് ഈ സ്മൈൽ ഡിസൈൻ എന്നതും ആർട്ടിസ്റ്റിക് വിഷനും അതുപോലെ ഡെന്റൽ സയൻസും എങ്ങനെയാണ് ഇതിലേക്ക് ബ്ലെൻഡ് ആവുന്നത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഒരാൾക്ക് വേണ്ടി നമ്മളൊരു ക്ലോത്ത് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഇൻഡിവിജ്വലിന് ചേരുന്ന രീതിയിൽ നമുക്ക് സ്മൈൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതൊരു ഹോളിസ്റ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ബേസിക്കലി. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എസ്തെറ്റിക്സ്. ഈ എസ്തെറ്റിക്സിന് പുറമെ അല്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണെന്നതിലും അപ്പുറമായിട്ട് അതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിട്ടുണ്ട്. നമ്മൾ എത്രയും ബെറ്റർ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്കുള്ള കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ള റിയലൈസേഷൻ വരെ ആ ചെറുപ്പക്കാരനുണ്ടായി. ഇൻ 6 months സ്പാൻ അവൻ ഇൻ ദ ലുക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എസ്തെറ്റിക് ട്രീറ്റ്മെന്റിനെ നമ്മൾ എത്രത്തോളം സെൽഫ് കെയറുമായിട്ട് അങ്ങനെ റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ? എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് പെർട്ടിക്കുലർലി വളരെയധികം ബ്ലൂം ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണ് ഇപ്പോൾ. പുറത്ത് സൗന്ദര്യം കൂട്ടുക അല്ലെങ്കിൽ വെളുപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് എന്നൊക്കെയുള്ള ഒരു മിസ്കോൺസെപ്റ്റ്സ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല അത്. ഹായ് ഡോക്ടർ, നമ്മളിപ്പോ ഫേസ് 360യിലേക്ക് ഫസ്റ്റ് ടൈം വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ അവർക്ക് ഇനീഷ്യൽ കൺസൾട്ടേഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ എങ്ങനെയാണ് നമ്മളുടെ അവരുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റുക എന്നുള്ളത് ഒന്ന് പറയാമോ? നല്ല ചോദ്യം. ഫസ്റ്റ് തന്നെ ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ അത് അവർക്ക് ഭയങ്കര നെർവസ് ആയിട്ടാണ് അവർ വരിക. അപ്പം ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടല്ലോ. സോ ഒബിയസ്ലി അവരെന്തായാലും ഭയങ്കര നെർവസ് ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. ആ സമയത്ത് ഞങ്ങൾ എന്ത് വെച്ചാൽ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ടീവ് സ്റ്റാഫ് എന്ത് ചെയ്യും, അവരെ ടേക്ക് കെയർ ചെയ്യും. നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യും. ആംബിയൻസ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല മ്യൂസിക് ആയിട്ടും പിന്നെ സ്മെല്ലെല്ലാം ഒരു ക്ലിനിക്കൽ എന്ന ഫീൽ അവർ കൊടുക്കില്ല. സോ അന്നേരം തന്നെ അവരെന്ത് ചെയ്യും, കൂടുതലായിട്ടൊരു വില്ലിങ് ആയിരിക്കും. ഓക്കെ, ഇതൊരു ക്ലിനിക് അല്ല, ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ട് ഉണ്ടാവും. സോ അതിൽ തന്നെ അവർ എല്ലാം ടേക്കപ്പ് ചെയ്യും. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പിന്നെ സപ്പോർട്ടീവ് സ്റ്റാഫ് എല്ലാം. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അടുത്തേക്ക് വരിക. അപ്പം തന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 50% ജോബെല്ലാം ഞങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും. പിന്നെ അവർ ഞങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യും. പേഷ്യൻ്റായിട്ട് ഫസ്റ്റ് അവർ ഐഡന്റിഫൈ ചെയ്യും, പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യും. എന്നിട്ട് അവരെന്ത് പറയും, ഓക്കെ ഡോക്ടറെ എനിക്ക് അതിലുള്ള കംപ്ലയിൻസ് എല്ലാം ഉണ്ട്, ഫസ്റ്റ് ലിസൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ഇൻട്രോറൽ ചെക്കപ്പ് ചെയ്യും. ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ വെച്ചാൽ വിഷ്വലി ആയിട്ട് അവരെല്ലാം കാണിച്ചു കൊടുക്കുക, എല്ലാം ഇന്നത് എല്ലാമാണ് നിങ്ങൾ കംപ്ലയിൻസ് എല്ലാം. ഒരിക്കലും ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, അവർ അപ്പോയിന്റ്മെന്റ്സ് എന്തായാലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സിലേക്ക് എടുക്കാൻ നോക്കാം. സോ അവരൊന്ന് തിങ്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സിലേക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ടൈമിൽ അവർക്കുള്ളിൽ ഒരു ഭയം ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഇത് ചെയ്യാന്നുള്ളത്. അപ്പം ഇവരുടെ ഒരു സെൽഫ് കെയർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കൗൺസിലിംഗ് സെക്ഷൻ എങ്ങനെയായിരിക്കും ചെയ്യാറുള്ളത് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് അവരെ എന്താണ് അവരുടെ കംപ്ലയിൻസ് മനസ്സിലാക്കാം. മനസ്സിലാക്കിയ ശേഷം അവർ ഇത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അവരെ കുറിച്ച് ബോധ്യപ്പെടുത്തുക, ചില മോട്ടിവേറ്റ് ചെയ്യുക. ഇപ്പം ഒരു 2 times ബ്രഷിങ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുണ്ടാവുന്ന
ഫ്യൂച്ചർ ഉണ്ടാവുന്നത് എന്തൊക്കെയാണുള്ളതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. സോ അതിന് എന്ത് വെച്ചാൽ വിഷ്വലി കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ അവർ ബിഫോർ അവർ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് വിഷ്വലി ഇങ്ങനെയാണുള്ള സ്റ്റേറ്റ് കാണിച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ആഫ്റ്റർ ആയിട്ട് എങ്ങനെയാണുള്ളതെന്ന് കാണിച്ചു കൊടുക്കുക. സോ അപ്പം തന്നെ പേഷ്യൻസിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, എങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉള്ളത്, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ചെയ്യാറായിട്ട്. സോ ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യൻസിന് ഉണ്ടാവുന്ന കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എന്ന് ഒന്ന് പറയാം. ട്രീറ്റ്മെന്റ് ശേഷം അവർ ഓൾറെഡി എന്തായിരിക്കും കൂടുതലായിട്ട് ഹെക്ടിക് ആയിട്ട് ഡൗൺ ആയിരിക്കും. സോ അത് കഴിഞ്ഞ ശേഷം എന്താ വെച്ചാൽ അവരോട് ഞാൻ ചോദിക്കുക ട്രീറ്റ്മെന്റ് ഓക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവർ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും റിട്ടേൺ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇതെല്ലാം ആകുമ്പോൾ തന്നെ അവർക്ക് ഒരു റേറ്റിംഗ്സ് തരും, ഞങ്ങളുടെ ട്രീറ്റ്മെന്റ്സിന്റെ റേറ്റിംഗ്സ് എല്ലാം അവർ തരും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചോദിക്കും ഗൂഗിൾ റിവ്യൂസിനെ പറ്റി ചോദിക്കും. അവർ ഓക്കെ ആണെങ്കിൽ അവർ റിവ്യൂ തരും. പിന്നെ അതല്ലെങ്കിൽ അവരുടെ കൺസെന്റ് കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയാസ് എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത് ചെയ്യും. അങ്ങനെയാണ് കൂടുതലായിട്ട് അവരുടെ ചെയ്യാറുള്ളത്. സർ, ഇപ്പൊ നമ്മളുടെ ഒരു പേഷ്യന്റിന്റെ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ മുതൽ അവരുടെ ഒരു ഫൈനൽ സ്റ്റേജ് വരെയുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് സാറിന് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. കുറെ മെമ്മറബിൾ ആയിട്ടുള്ള കേസസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കേസ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് വെച്ചാൽ ഒരു മിഡിൽ ഏജ്ഡ് വുമൺ ആണ്. ആ മിഡിൽ ഏജ്ഡ് വുമൺ ഭയങ്കര ആൻസൈറ്റിയും ആയിട്ടാണ് വന്നത്, ക്ലിനിക്കലി വന്നത്. പക്ഷെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു, പെയിൻ എല്ലാം ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളൊരു കൺസൾട്ടേഷൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രയും ആങ്ഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോൾ തന്നെ അവര് ഓപ്പൺ ചെയ്തില്ല, ഓപ്പൺ ആക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്ത് അവർക്ക് ഡയഗ്നോസിസ് ചെയ്ത അവർ പല്ല് പറിക്കാനായിരുന്നു. അപ്പോൾ പല്ല് പറിക്കാൻ സമയത്ത് തന്നെ അവർ ഒരിക്കലും അവർ അഗ്രി ആയില്ല. ഞങ്ങൾ കുറെ ടൈം എടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു ആക്ച്വലി അതൊരു ഇളകുന്ന പല്ലായിരുന്നു. യൂഷ്വലി 5 minutes കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യുന്ന കേസാണ്. അത് അറൌണ്ട് ഒരു 1 hour ഓൾമോസ്റ്റ് എടുത്തുണ്ടായിരുന്നു കേസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ. പിന്നെ അതെല്ലാം കഴിഞ്ഞാലും പേഷ്യന്റ് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ എല്ലാ ടൈമും ഞങ്ങളെടുത്ത് വരാനുണ്ടായിരുന്നു. മാം, ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫേഷ്യൽ ഇഞ്ചെക്ടബിൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എത്രത്തോളം സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഒന്ന് പറയാമോ? ഫേഷ്യൽ എക്സ്പ്രഷൻസ് കോസ് ചെയ്യുന്നത് ഫേഷ്യൽ മസിൽസ് ആണ്. ഓക്കെ, ഈ മസിൽസിനെ റിലാക്സ് ചെയ്യാൻ നമുക്ക് ബൊട്ടോക്സ് ഇഞ്ചെക്ടബിൾസ് യൂസ് ചെയ്യാൻ കഴിയും. ബൊട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന ടൈമിൽ ഈ മസിൽസിനെ റിലാക്സ് ചെയ്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുത്തുന്ന റിങ്കിൾസിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂത്ത്ഫുൾ അപ്പിയറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ വോളിയം ലോസിന്, അതുപോലെ ഫേസിൽ നമുക്ക് ചിന്ന എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോസ് കറക്ഷന്, ചീക്ക് കറക്ഷന്, ജോ ലൈൻ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫില്ലേഴ്സ് ഹാൽറോണിക് ആസിഡ് ബേസ്ഡ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്രിസിഷൻ ആണ്. ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രിസൈസ് ഇഞ്ചെക്ട് ടെക്നിക്ക് യൂസ് ചെയ്യണം. പിന്നെ ബയോ കോമ്പാറ്റിബിലിറ്റി ഓക്കെയാണ്, സേഫ് സൈഡ് ആണ് ഇത്. ഓക്കെ, ഒരു എക്സ്പേർട്ടിന്റെ എത്രത്തോളം എക്സ്പേർട്ട് ആണോ ഇഞ്ചെക്ട് ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും, നാച്ചുറൽ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഫേഷ്യൽ ഇഞ്ചെക്ടബിൾ ട്രീറ്റ്മെന്റ്സ് എത്രത്തോളം സേഫ് ആൻഡ് എഫക്റ്റീവ് ആണെന്ന് മാം പറഞ്ഞു. ഇപ്പൊ പുതിയൊരു പേഷ്യൻസ് വരാണെങ്കിൽ അവർക്ക് നമ്മളൊരു പുതിയ പ്ലാൻ, ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു റിസ്ക് എലമെന്റ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് എന്നുള്ളത് ഒന്ന് പറയാം. നമ്മുടെ അടുത്ത് പുതിയൊരു പേഷ്യന്റ് വരുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ തറോ കൺസൾട്ടേഷൻ, ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി, സെൻസിറ്റിവിറ്റി, സ്കിന്നിലെ സെൻസിറ്റിവിറ്റി കാര്യങ്ങള്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ ഇൻഫോംഡ് കൺസെന്റ്, അങ്ങനെ ഒത്തിരി പ്രോട്ടോകോൾസിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പം പേഷ്യൻസ് നമ്മളെടുത്ത് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ കൺസേൺസ് എന്താണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് വളരെ അധികം കുറയ്ക്കാൻ കഴിയും. എന്നാൽ ചില ഹിസ്റ്ററീസ് ഇപ്പം അവർക്ക് ഫേസിലാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ബോഡിയിലുള്ള ഇഷ്യൂസ് അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം അത് അവർ കൃത്യമായിട്ട് നമ്മളെടുത്ത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് പറയണം. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനും കഴിയും. ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടാവും. പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റ് നമുക്ക് സൈനിങ് കാര്യങ്ങൾ ചെയ്യണം. അപ്പം അത് വായിച്ചു നോക്കിയാൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയും. പിന്നെ പ്രോപ്പർ അസസ്മെന്റ്, സ്കിന്ന്, ഫേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ
ഫേസിലെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ജോയിന്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കണം. ജോ അലൈൻമെന്റ് എങ്ങനെയാണ്, ടീത്ത് അലൈൻമെന്റ് എങ്ങനെയാണ്, പ്രൊക്ലിനേഷൻ ഉണ്ടോ, പല്ല് പൊന്തിയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ചിരിയിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ ഓർത്തോ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് പ്രോപ്പർ ഒരു അസസ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ തന്നെ റിസ്ക് നമുക്ക് ഒരു പരമാവധി നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഒരു ഫേഷ്യൽ ഇൻജെക്റ്റബിൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒരാളുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം അവരുടെ കോൺഫിഡൻസിനെ കൂടി കൂട്ടുന്നുണ്ടാവും. അപ്പം ഇത്തരം രീതിയിൽ ഏതെങ്കിലും ക്ലയൻസ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു പേഷ്യന്റ്, ഒരു യങ് വുമൺ, ലെറ്റ്സ് കോൾ ഹർ സാറ. Okay. Something related to my name. Okay. She's very hesitant to take injectables. Okay. ഈ ഫേഷ്യൽ എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ഇൻജെക്ടബിൾസ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. നീഡിലിന്റെ പേടി, പിന്നെ റിസൾട്ട് ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നുള്ള പേടി, അങ്ങനെ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെടുത്ത് വന്നത്. അങ്ങനെ ഒരു തറോ കൺസൾട്ടേഷൻ, അതുപോലെ ലോങ് ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തു. ലാസ്റ്റ് ആള് ട്രീറ്റ്മെന്റ് നമ്മളൊരു ജെന്റിൽ അപ്രോച്ച് തീരുമാനമായി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം ആൾക്ക് തന്നെ ഫൈനൽ റിസൾട്ട് ഫില്ലേഴ്സ് ആണ് നമ്മൾ ചെയ്തത്. ഫില്ലേഴ്സ് ആൻഡ് ബോട്ടോക്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തത്. അതിൽ ചിൻ ഷാഡോയിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേഷ്യന്റ് ആക്ച്വലി എറൗണ്ട് മൗത്ത് ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്തിട്ട് പല ക്രീംസും പല കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഷാഡോയിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഫേസിന്റെ പ്രോപ്പറായിട്ട് അലൈൻമെന്റിൽ വരുന്നൊരു കാര്യമാണ്. അത് കുറച്ചുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പേഷ്യന്റ് എൻ്റർലി ഭയങ്കര ഹാപ്പി. അവരുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ആള് എന്റെ കരിയറും എല്ലാം ചേഞ്ച് ആയി, ഭയങ്കര ഔട്ട് ഗോയിങ് ആയി, സോഷ്യൽ പേഴ്സൺ ആണ് ഇപ്പൊ. ഓക്കെ, ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈല് മാറി. ആ ഒരു ഫിയർ അവര് ഓവർകം ചെയ്തു. അതിനുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടും ചെയ്തു. ലൈഫിൽ തന്നെ അവർക്ക് കോൺഫിഡൻസ്, ചില ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആൾക്ക് എന്താ ഒരു ഇൻഫീരിയോറിറ്റി എന്താ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഒരുവിധം എല്ലാ സോഷ്യൽ ചാനൽസിലും കാര്യങ്ങളിലൊക്കെ അവർ വരുന്നുണ്ട്. അപ്പം ഒരു ഭയങ്കരമായിട്ട് മാറി അവരുടെ ലൈഫ്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്തുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യും, നല്ല കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിൻ ഷാഡോയിങ് ചെയ്തപ്പോ തന്നെ അവർ എറൗണ്ട് മൊത്തം അവർ എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് ഭയങ്കര അലർജിക്കായി, സ്കിൻ ഇഷ്യൂസ് വന്നു. ഇപ്പം നമ്മള് സ്കിൻ ബൂസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് സ്കിന്നിനെ ഒന്ന് നോർമൽ ആക്കിയത്. അതിന് ശേഷമാണ് ഫില്ലേഴ്സ് ബോട്ടോക്സിലേക്ക് പോയത്. ഈ മസേറ്റർ ബോട്ടോക്സ് ഇവിടെ നമ്മളെ മസിൽ ഭയങ്കര ഹൈപ്പർട്രോഫി ആയിരിക്കും. അപ്പൊ അത് റിസോൾവ് ചെയ്യാൻ നമ്മൾ മസേറ്റർ ബോട്ടോക്സ് കൊടുത്തു. അതിനുശേഷം ചീക്ക് സപ്പോർട്ട് ഫില്ലേഴ്സ് ചെയ്തു, നോസ് കറക്ഷൻ ചെയ്തു, ചിൻ ഷാഡോയിങ്, ജോ ലൈൻ കറക്ഷൻ, അങ്ങനെ എൻ്റെ ഫേസ് ചെയ്തു. എന്നാൽ നാച്ചുറൽ റിസൾട്ടും ആണ്. അപ്പം ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് അല്ല. അപ്പൊ നാച്ചുറൽ റിസൾട്ട് ആവുമ്പോ തന്നെ ഒരു നല്ല ഹാപ്പി ആയിരുന്നു. നമ്മളെടുത്ത ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മാം, ഇപ്പൊ നമുക്കൊരു പുതിയൊരു പേഷ്യന്റ് വരികയാണെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും, പിന്നെ നമുക്കൊരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ എങ്ങനെ നമുക്ക് അവരെ കംഫർട്ട് ആക്കാം ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വേണ്ടിയിട്ട് എന്നുള്ളതും ഒന്ന് പറയാമോ? പേഷ്യൻസ് നമ്മളെടുത്ത് വരുന്നത് അവരുടെ കൺസേൺസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനും അവർക്കത് റിസോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് വന്ന ഒരു നമ്മുടെ ക്യൂബിക്കിളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അവർ പറയുന്നത് ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക. അവർക്ക് എന്തൊക്കെയാണോ അവരുടെ കൺസേൺസ്, അവരുടെ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളെടുത്ത് അവർ ഷെയർ ചെയ്യും. അപ്പം ഈ ഫേഷ്യൽ എസ്തെറ്റിക്കിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മള് അവർക്ക് ചിലപ്പം ചിന്നിലുള്ള കറക്ഷൻ ആയിരിക്കാം അവരെ കോൺഫിഡൻസിനെ ബാധിക്കുന്നത്. അതല്ലെങ്കിൽ ചീക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ മിക്കവാറും വരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് ആക്റ്റീവ് ലിസണിങ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ളൊരു. അതെ. ഓക്കെ, പിന്നെ വരുന്നത് അവർക്ക് എന്താണോ നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട് അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു നല്ല ട്രീറ്റ്മെന്റ് ആയിട്ട് എൻഡ് ചെയ്യാൻ കഴിയാം. അപ്പം നമ്മള് പറയുന്നത് അസസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫേഷ്യൽ പ്രൊപ്പോർഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആംഗിൾസ് കാര്യങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അവരത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് വരും. ഫസ്റ്റ് ആ ഒരു ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെടുത്ത് തന്നെ മീൻസ് കൂടുതൽ ട്രീറ്റ്മെന്റ്സിനും കൺസേൺസിനും വേണ്ടിയിട്ട് വരും.
ഇപ്പൊ നമുക്കൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കൺസൾട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും പിന്നെ നമുക്കൊരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ എങ്ങനെ നമുക്ക് അവരെ കംഫർട്ട് ആക്കാം എന്നുള്ളതും അവരുടെ ട്രസ്റ്റ് എങ്ങനെ പിടിച്ചു പറ്റാം എന്നുള്ളതും അതൊന്ന് പറയാമോ? നമ്മളെ അടുത്തൊരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അപ്പം അവരുടെ കൺസേണും കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഷെയർ ചെയ്യും. കൺസൾട്ടേഷനിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. എന്നിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈവൻ അവര് വരുന്നത് എല്ലാ പേഷ്യൻസും ഒരുപോലെ ആയിരിക്കില്ല. ഓരോരുത്തർ വരുന്നതും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അവര് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്തായിരിക്കും അവരെ നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് പറഞ്ഞു കൊടുത്ത് അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് നമ്മളൊരു സ്റ്റഡി തന്നെ അവർക്ക് ചെയ്തു കൊടുക്കും, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത്. പിന്നെ പേഷ്യന്റിന് പറയാനുള്ള ആക്റ്റീവ് ലിസണിങ് നമ്മൾ ചെയ്യണം. അവർ പറയേണ്ട എല്ലാ കാര്യങ്ങളും, പിന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. ഈ ചില പേഷ്യൻസ് ബ്ലഡ് തിന്നേഴ്സും അങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്ത് കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ഈ പേഷ്യന്റിന് വേണ്ട, അതായത് നമ്മളെടുത്ത് വരുന്ന ആൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിന്റെ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ പ്ലാസ്റ്റിക് സർജൻ അതുപോലെ ഡെർമറ്റോളജിസ്റ്റിനൊക്കെ ആയിട്ട് കൊളാബ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. കംപ്ലീറ്റ്ലി കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് വന്നിരിക്കുന്ന കേസ് ഏതാണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. സൂപ്പർഫിഷ്യൽ ആണോ, അത് ഡീപ്പ് ആണോ, അതല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് കൊളാബറേഷൻ. ഇപ്പൊ റീസെന്റ് നമുക്ക് വന്നൊരു കേസ് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ പാൾസി വന്നതാണ്. സർജറി ചെയ്തു, അതിലൊന്നും റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ സ്മൈല് കറക്റ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ഒരു സൈഡില് കോർണർ ഫേഷ്യൽ പാൾസി വരുമ്പോൾ ഒരു സൈഡിൽ മുഖം കോടും. അത് അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഈ ഒരു സെയിം ആക്കി തന്നാൽ മതി എന്നാണ്. അപ്പം നമ്മളത് ന്യൂറോളജിയും നമ്മൾ അതിൽ കൊളാബറേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ന്യൂറോ സജഷൻസ് എടുത്തിട്ടുണ്ട്. ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എങ്ങനെയാണ് എന്നൊക്കെ അസസ് ചെയ്തിട്ടാണ് ആ ഒരു കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ പ്ലാസ്റ്റിക് സർജന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. പിന്നെ സ്കാർ റിവിഷൻ കാര്യങ്ങൾ വരുമ്പോൾ ഓറൽ മാക്സിലോഫേഷ്യൽ സർജൻസ് വരേണ്ട കേസുകളുണ്ട്. പിന്നെ ഓർത്തോഡോണ്ടിസ്റ്റ്, അതായത് പല്ലിന്റെ അലൈൻമെന്റ് കാര്യങ്ങള് എത്ര നമ്മൾ കറക്റ്റ് ചെയ്താലും ഒരുപാട് വിട്ടു നിൽക്കുന്ന പല്ലാണെങ്കിൽ അതിനെ പ്രോപ്പർ അലൈൻമെന്റിലേക്ക് കൊണ്ടുവന്നാലാണ് കാര്യങ്ങൾ വരിക. പിന്നെ ട്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മൗത്ത് ഓപ്പണിംഗ് കുറഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ബൊട്ടോക്സ് ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ആയിട്ടാണ് ഓരോ കേസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മള് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഇതിൽ വരണം എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് ശേഷം അവരുടെ ഒരു കോൺഫിഡൻസും അതുപോലെ ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറയാമോ? വരുന്ന പേഷ്യൻസിന്റെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളെടുത്തൊരു ഗസ്റ്റ് വന്നു, അവര് നമ്മളെടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു. ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ട്രസ്റ്റ് വരുമ്പോഴാണ് ഇവര് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. കൺസൾട്ടേഷന് ശേഷം അവരെന്നെ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിലും ഗൂഗിളൊക്കെ ചെയ്ത് എന്താണ് ട്രീറ്റ്മെന്റ് ഇതിനെ പറ്റി പഠിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ നമ്മൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കുള്ളൂ. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, അതിൽ സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യനെയർ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സർവേ പോലെ എല്ലാ കാര്യങ്ങളും ക്ലിനിക്കിൽ അവർ എൻ്റർ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഡെസ്കിലെ സ്റ്റാഫ് ആയാലും അസിസ്റ്റൻസ് ആയാലും ഈവൻ കോഫി, അവർക്ക് ഹോസ്പിറ്റാലിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിലെ ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആണ്. അപ്പം ക്ലിനിക് നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ, അപ്പം അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനെയറിൽ അവർ വേണ്ട പോയിന്റ്സ് മാർക്ക് ചെയ്യും. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അവര് ഹാപ്പി ആണോ അല്ലയോ, അവര് കോൺഫിഡന്റ് ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ലോയൽറ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്ക് വരുന്ന പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ട് അവരെടുക്കുന്ന ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്ത് ലോയൽറ്റി പ്രോഗ്രാംസ് അവർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഫീഡ്ബാക്ക് കോള് പ്രൊസീജിയർ ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യും, പേഷ്യൻസിന് റിവ്യൂ എടുക്കും. അവർ ഹാപ്പി ആണോ, ഓക്കെ ആണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കാര്യങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഇവര് ഹാപ്പി ആണോ എന്ന് മനസ്സിലാവുന്ന വേർഡ് ഓഫ് മൗത്ത് ആണ്. ഇവരുടെ കെയർ ഓഫിൽ നമുക്ക്
പേഷ്യൻസ് വരുമല്ലോ. അതെ, അതെ. അപ്പം അവർ പറയും ഇന്ന ആൾക്ക് ഇന്ന റിസൾട്ട് കിട്ടിയല്ലോ, എനിക്കും അതുപോലെ ഇത് ചെയ്യണമായിരുന്നു, എനിക്കും ഫില്ലേഴ്സ് ചെയ്യണമായിരുന്നു, ബോട്ടോക്സ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ വേറെ നമ്മുടെ ക്ലിനിക്കിലുള്ള ഏത് സർവീസ് ആണെങ്കിലും പേഷ്യൻസ് അങ്ങനെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. മാം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് ഏജിങ്ങിന്റെ പ്രോബ്ലം എന്നുള്ളത്. ഇപ്പം ഒരു 10 years അല്ലെങ്കിൽ ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ ലുക്കിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് എടുക്കാറുള്ളത് എന്നൊന്ന് പറയാമോ? ട്രീറ്റ്മെന്റ് പ്ലാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിനും എൻ്റയർലി ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് വരിക. ഇപ്പൊ 20 to 30 ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസും മതി അവർക്ക്. പിന്നെ നോർമൽ കൊളാജൻ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് ഈ അഡൽട്ട് ആക്നെ, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. ഈ പീൽസ് കാര്യങ്ങള്, പിന്നെ ഡെർമാബ്രേഷൻ, മെഡിഫേഷ്യൽസ്, അങ്ങനെയൊക്കെ. പിന്നെ മൈക്രോനീഡ്ലിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ആക്നെ സ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. പിന്നെ 30+ ഒക്കെ 30 to 40 അല്ലെങ്കിൽ 40 to 50 ആ ഒരു ഏജ് ഗ്രൂപ്പ് ആവുമ്പോൾ നമ്മൾ ബോട്ടോക്സ് അതുപോലെ ഫില്ലേഴ്സ് കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 20 to 30 ഏജ് ഗ്രൂപ്പിലും ബോട്ടോക്സും ഫില്ലേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫേസ് അവർ ഓരോരുത്തരുടെയും കോൺഫിഡൻസിനെയും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. 30 to 40 50 ആ ഒരു റേഞ്ചിൽ എന്തായാലും എല്ലാവരും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് കൊളാജിൻ ഇൻഡക്ഷൻ തെറാപ്പി, അതായത് മൈക്രോ നീഡ്ലിങ്, പിന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫേസ് ഇൻജെക്ടബിൾസിൽ തന്നെ PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതുപോലെ PRF, GFC, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോരുത്തരെയും ഞാൻ പറഞ്ഞില്ലേ, ഈ അസസ് ചെയ്ത് അവര് അസസ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. 60+ ഒക്കെ ആവുമ്പം എനർജി ബേസ്ഡ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പിന്നെ PRP കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാവർക്കും ആന്റി ഏജിങ് എന്നുള്ളതാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ലേസേഴ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കൊടുക്കാം. ഹായ് സർ, നമ്മളിപ്പോൾ ഒരു പൊതുവെ കേട്ടുവരുന്ന ഒരു ടേമാണ് സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ സ്മൈൽ ഡിസൈൻ എന്നതും ആർട്ടിസ്റ്റിക് വിഷനും അതുപോലെ ഡെന്റൽ സയൻസും എങ്ങനെയാണ് ഇതിലേക്ക് ബ്ലെൻഡ് ആവുന്നത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഓക്കെ, ബേസിക്കലി സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസൈനിങ് ദ സ്മൈൽ. ലൈക്ക് ഒരാൾക്ക് വേണ്ടി നമ്മളൊരു ക്ലോത്ത് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഇൻഡിവിജ്വലിന് ചേരുന്ന രീതിയിൽ നമുക്ക് സ്മൈൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതൊരു ഹോളിസ്റ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ബേസിക്കലി. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എസ്തെറ്റിക്സ്. ഈ എസ്തെറ്റിക്സിന് പുറമെ അല്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണെന്നതിലും അപ്പുറമായിട്ട് അതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫങ്ഷൻ ആൻഡ് എസ്തെറ്റിക്സ് കമ്പൈൻ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറയുന്ന ഡെന്റൽ സയൻസും ആർട്ടിസ്റ്റിക് അപ്രോച്ചും ഒരു കൊളാബറേഷനിൽ വരുന്നത്. അപ്പോൾ ഫങ്ഷൻ ആൻഡ് എസ്തെറ്റിക് കമ്പൈൻ ചെയ്യാനാണ് നമുക്ക് ഈ ഡെന്റൽ സയൻസും കൂടി അതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു സ്മൈൽ ഡിസൈനിനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ മുമ്പ് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ബൈറ്റ് അലൈൻമെന്റും അതുപോലെ സ്പീച്ചും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫങ്ഷണൽ കൺസിഡറേഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എസ്തെറ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് പറയാമോ? ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രൈമറി കൺസേൺ എന്താണ്, അവർക്കൊരു എക്സ്പെക്ടേഷൻ ആയിട്ടായിരിക്കും വരിക മോസ്റ്റ്ലി. പക്ഷേ എല്ലായ്പ്പോഴും അവരുടെ എക്സ്പെക്ടേഷൻസ് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ എനി ഫങ്ഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള കേസുകളാണ്. ചില കേസുകളുണ്ട് വെരി ഈസി ടു ഡീൽ വിത്ത്. നമുക്ക് പേഷ്യന്റ് എക്സ്പെക്ടേഷൻസിനേക്കാളും എബോവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കേസ് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ ഓരോ അതിൻ്റെ പ്ലാനിങ് പോകുന്നത്. അതിന് നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ്സുകളുണ്ട്. നമുക്ക് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം വളരെ നന്നായിട്ട്. അതിനു മുമ്പുള്ള ഒരു പ്രീ അനലൈസിങ് സ്റ്റേജ് ഉണ്ട്. നമ്മൾ ആ പേഷ്യന്റ് റിക്വയർമെന്റ്സും ആ പേഷ്യന്റിന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതും ഫൈനൽ റിസൾട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് പേഷ്യൻസിന് പ്രയറായിട്ട് നമ്മൾ കൊടുക്കും. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസിങ് നമ്മൾ ആദ്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ഔട്ട്കം അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഔട്ട്കം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ആ പേഷ്യന്റെ ജനറ്റിക് ഫാക്ടേഴ്സ്, ഫേസിന്റെ ഷേപ്പ്, ആ ഫേസ് ഷേപ്പിന് ചേരുന്ന രീതിയിലുള്ള പല്ലാണോ കറന്റ്ലി ഉള്ളത്,
ഓരോ ടൈപ്പ് ഓഫ് ഫേസിനും ഓരോ കൈൻഡ് ഓഫ് ടൂത്ത് ഷേപ്പ് ഉണ്ട്, ഓക്കെ വിച്ച് സൂട്ട്സ് ബെസ്റ്റ് ഫോർ ദാറ്റ്. അതായിരിക്കും ആ പേഷ്യന്റിന് ഏറ്റവും ബെസ്റ്റ് സ്മൈല് പ്രൊവൈഡ് ചെയ്ത് പുറത്തേക്ക് വരിക. ഓക്കെ അപ്പോൾ ഇതെല്ലാം ഈ മൾട്ടി ഫാക്ടോറിയൽ കൺസിഡറേഷനിലാണ് നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാനിങ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ എന്നാലാണ് നമുക്കൊരു ബെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണലി ഒരു ബെസ്റ്റ് ഔട്ട്കം നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. സർ, ഇപ്പൊ നമുക്കൊരു സ്മൈൽ ഡിസൈൻ പ്രൊജക്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലൊരു 1 ഡോക്ടർ റോൾ ആണോ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്പെഷ്യലിസ്റ്റുമായിട്ടാണ് കൊളാബ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്ന ഇതൊരു കോംപ്രിഹെൻസീവ് ആണ്, അതേപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് സ്മൈൽ ഡിസൈനിങ്ങിൽ നടക്കുന്നത്. ഓക്കെ. ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് നല്ല ജെനറ്റിക്സ് ഉള്ള, ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോയും പല്ലുകളും വലിയ കുഴപ്പമില്ലാത്ത കേസുകളാണ്. ഒരു മിനിമൽ കറക്ഷൻ ഉള്ളതാണെങ്കിൽ ലൈക്ക് മിനിമൽ ഡോക്ടർ ഇൻവോൾവ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൽ സ്പെഷ്യലിസ്റ്റ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും വരിക. അൺഫോർച്ചുനേറ്റ്ലി പേരൻസിന് ചില ജോ റിലേറ്റഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുള്ള കേസുകളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് അപ്രോച്ച് നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ആക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വരും, അതേപോലെ തന്നെ ഒരു റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് വേണ്ടി വരും. അങ്ങനെ മൾട്ടി ഫാക്ടോറിയൽ ആവും അത്. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ജോ സൈസ് കുറച്ച് ചെറുതായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ജോ എക്സ്പാൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു സിമ്പിൾ വെനീറിങ്ങോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കറക്ഷൻസോ കൊണ്ട് മാത്രം നമുക്ക് സ്മൈൽ ഡിസൈൻ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈവൻ കൺസിഡറിങ് ഒരു ഓറൽ മാക്സിലോഫേഷ്യൽ സർജന്റെ സഹായത്തോടെ ലിപ് ഫില്ലേഴ്സോ കാര്യങ്ങളോ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ടി വരും. ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് ആഡ് ഓൺ ചെയ്യേണ്ടി വരാം. ഈസ്തെറ്റിക് കറക്ഷൻസ് വരും, ഓർത്തഡോണ്ടിക് അപ്രോച്ച് വരും. അങ്ങനെ ഒരു ക്ലിനിക്കൽ സൈഡിൽ നിന്ന് ഇത്രയും ഏരിയാസ് ഇൻവോൾവ്മെന്റ് വരും. അതുകൂടാതെ ഈവൻ നല്ലൊരു ഡെന്റൽ ടെക്നീഷ്യന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. ദ കൈൻഡ് ഓഫ് മെറ്റീരിയൽ വി ചൂസ്, അവരുടെ ഹാൻഡ് സ്കില്ല് വരുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കമ്പൈൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക ബേസിക്കലി. സർ, ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യന്റിന്റെ അവരുടെ ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഇപ്പം നമ്മൾ അവരായിട്ടുള്ള ഒരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ എങ്ങനെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാം ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാം എന്നുള്ളത് ഒന്ന് പറയാമോ, എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഓക്കെ, ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ my personal way of approaching them, rather than me talking to them, I would listen to them what they need. Okay. That is the first approach, അല്ലെങ്കിൽ first step I would prefer. എന്താണ് താങ്കൾക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ അറിയാൻ ശ്രമിക്കും. കാരണം എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു എസ്തെറ്റിക്സ് അല്ല ആയിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരു ഐഡിയലിസം ആയിരിക്കാം ഞാൻ കൊണ്ടുവരുമ്പോൾ ഇതാണ് ദിസ് ഇസ് ഗുഡ്, ഇതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് പ്രോബ്ലി പേഷ്യന്റിന്റെ കാര്യത്തിൽ പേഷ്യന്റ് ഒരു മൈനർ കാര്യങ്ങൾ മതിയാവായിരിക്കാം. ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വരുന്നത് പല്ലിന്റെ നടുക്കുള്ള ഒരു സ്പേസിങ്, ചില പല്ലുകളുണ്ട് 2 പല്ലുകൾ സെന്ററിൽ ഒരു സ്പേസിംഗ് ഉള്ള ഒരു പേഷ്യന്റ് ആണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കാണുന്നത് ആ ഒരു കൺസേൺ മാത്രമായിരിക്കാം. ഒരു ഡോക്ടറിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ലിപ് ഫില്ലേഴ്സ് വേണ്ട കേസ് ആയിരിക്കാം, ചിലപ്പോൾ സ്പേസിങ് സൈഡുകളിലും ഉണ്ട്, അതും കൂടി ക്ലോസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ചിലായിരിക്കും ഞാനത് ചെയ്യാം. അപ്പോൾ ഐ വുഡ് ഓൾവേസ് ലിസൺ ടു ദ പേഷ്യന്റ് ഫസ്റ്റ്. എന്താണ് പേഷ്യന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? അപ്പോൾ ഇഫ് ഐ ക്യാൻ ഗീവ് മോർ ദാൻ വാട്ട് ദേ എക്സ്പെക്ട്, അത് എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു എങ്ങനെയാണ് കൺസൾട്ടേഷൻ രീതി പോകുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഐ വുഡ് ലിസൺ ടു വാട്ട് ദേ നീഡ്. സെക്കൻഡ് ഐ വുഡ് ഗീവ് മൈ സജഷൻസ്. ഞാൻ എന്തൊക്കെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ചിരി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അവരിലേക്ക് കൺവേ ചെയ്യും. അതിന് എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ സ്പെഷ്യലിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ട്രീറ്റ്മെന്റ് ഔട്ട്ലൈൻ ഞാൻ ആദ്യം കൊടുക്കാൻ ശ്രമിക്കും. പിന്നീട് അത് എത്ര അപ്പോയിന്റ്മെന്റ്സോട് കൂടിയായിരിക്കും ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കും. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന രീതിയിൽ നമ്മൾ പോകുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ബേസിക്കലി ഒരു ഫോട്ടോ ഡോക്യുമെന്റേഷൻ സ്റ്റേജ് ഉണ്ടാവും, ഫോട്ടോസ് കാണിക്കും. പിന്നെ ഒരു സെക്കൻഡ് വിസിറ്റ് നമ്മൾ കൊടുക്കും പേഷ്യന്റിന്, ലൈക്ക് ഔട്ട്കം എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു റഫ് പിക്ചർ നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ദാറ്റ് റിയലി ഹെൽപ്സ് ടു പേഷ്യന്റ് വിഷ്വലൈസ് എന്തായിരിക്കാം ഫൈനൽ റിസൾട്ട് എന്നുള്ള ചെറിയൊരു ഔട്ട്ലൈൻ. അത് ഇൻഡയറക്ട്ലി പേഷ്യന്റ്
എന്താ പറയുക, ഓക്കെ ഐ ക്യാൻ ഗോ ഫോർ ദിസ് ട്രീറ്റ്മെന്റ്, ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ഗുഡ് ഫോർ മീ എന്നുള്ളൊരു തോട്ട് പേഷ്യന്റിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. സോ പിന്നീടാണ് പിന്നെ ഒരു തേർഡ് സിറ്റിംഗിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ജനറൽ കേസ്. ഓക്കെ. അതിൽ നിന്ന് കട്ട് ഷോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് ടൈം ലിമിറ്റ് ഉണ്ട്, പോകുന്ന യാത്ര ചെയ്യുന്ന പേഷ്യൻ്റ് ആണ്, ഒരു വെരി ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഇവിടെ ഉള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പിന്നെയും അപ്പോയിന്റ്മെന്റ്സ് കട്ട് ഡൗൺ ചെയ്യുക. ലൈക്ക് ഇഫ് യു ആർ മോർ കംഫർട്ടബിൾ വിത്ത് മീ, even I'll be comfortable doing case for you, even you will be comfortable with me. Yes, yes. So I tend to have more communication with it, rapport build ചെയ്യുക, പിന്നീട് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കുക. ദാറ്റ്സ് ഹൗ ഐ അപ്രോച്ച്. അപ്പൊ നമുക്കൊരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവുന്ന ഹാപ്പിനെസ്സും അതുപോലെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എന്ന് ഒന്ന് പറയാമോ? ഞാനൊരു ഈസ്തെറ്റിക് പ്രാക്ടീഷണർ ആയതുകൊണ്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് കംസ് ടു മീ വിത്ത് സം കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ്. അപ്പോൾ ഞാൻ ഇനീഷ്യലുള്ള കമ്മ്യൂണിക്കേഷനിൽ റാപ്പോയിൽ ഞാൻ മിക്ക പേഷ്യന്റിലും കണ്ടേക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് ബേസിക്കലി, അല്ലെങ്കിൽ ചിരിക്കാനുള്ളൊരു ഹെസിറ്റേഷൻ. ഓക്കെ. അപ്പോൾ ഒരു സ്മൈൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഗെസ്ചർ ഓഫ് എക്സ്പ്രഷൻ. ലൈക്ക് ഒരാളിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇഫ് ദാറ്റ് പേഴ്സൺ സ്മൈൽസ് ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് ടു കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിൽ ഇതായിരുന്നു ഇല്ലാതിരുന്നത്. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അവരുടെ കൺസേൺ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് അവരെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം അനലൈസ് ചെയ്യും. ലൈക്ക് അവരുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഐ ക്യാൻ വർക്ക് ഓൺ ദ ഇഷ്യൂ മച്ച് ബെറ്റർ. അപ്പോൾ അവരുടെ സ്മൈല് ബെറ്റർ ആക്കുമ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഫസ്റ്റ് തിങ്, ലൈക്ക് ഒരു കേസ് കഴിയുമ്പോൾ ഞാൻ ഐ വിൽ അനലൈസ് മൈ ഓക്കെ ദിസ് ഹാസ് കം ഔട്ട് ഗുഡ്, ഐ എം ഹാപ്പി. നെക്സ്റ്റ് തിങ്, ഫസ്റ്റ് തിങ് ഐ വുഡ് ഗീവ് എ മിറർ ടു ദാറ്റ് പേഴ്സൺ. ഒരു കണ്ണാടി കൊടുക്കുമ്പോൾ ദേ വർ വെരി ആൻഷ്യസ് ആൻഡ് ഈഗർ ടു നോ ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ. അവർ ആ മിററിൽ നോക്കിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ദേ വുഡ് സ്മൈൽ ലൈക്ക് ദേ ഹാവ് സ്മൈൽ ലൈക്ക് ഇതുവരെ ചിരിക്കാത്ത ഒരു സന്തോഷം നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റും. ഐ ഹവ് സീൻ പേഷ്യൻസ് കണ്ണുകൾ നിറഞ്ഞു പോയ സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ആർ വെരി ഹാപ്പി. ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഹാലോ എഫക്ട് എന്നൊക്കെ പറയാം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ചേഞ്ച് ഞാൻ സ്പാർക്ക് അപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഹാപ്പി ഗസ്റ്റേഴ്സ് അവർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. Some people has gifted me some things, ഒരു happy response ആയിട്ട്. Some people have given very good reviews online and offline. Some people tend to get their family members like ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, I am very happy about it, നിന്റെയും അവിടെ പല്ല് ശരിയാക്കാം. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട്. പിന്നെ എപ്പോഴും റീകോൾ ഉണ്ടാവും ടു റിയഷ്യൂർ ഹൗ തിങ്സ് ആർ ഗോയിങ് ആൻഡ് ഹൗ ഡു യു ഫീൽ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ്. എങ്ങനെയായിരുന്നു, മറ്റുള്ളവർ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു ഈ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം, താങ്കളുടെ ചിരി എങ്ങനെ റെസ്പോണ്ട് ചെയ്തു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഗെറ്റ് എ വെരി ഗുഡ് പോസിറ്റീവ് റെസ്പോൺസസ്. സർ, ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി സാറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നെർവസ് പേഷ്യന്റ് സ്റ്റോറി സാറിന് ഷെയർ ചെയ്യാനുണ്ടോ നമ്മളായിട്ട്? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ലൈക്ക് ഒരു 1 year ബാക്ക് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നായിരുന്നു. ഹി വാസ് അറൌണ്ട് 18 to 19 years old, ഒരു ടീനേജ് ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവൻ്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയിൽ തന്നെയായിരുന്നു അവൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത്. അവന് ഒരു ജനറ്റിക് സിറ്റുവേഷൻ അല്ല, ഒരു ടൂത്തിനൊരു മോർഫോളജിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് എസ് പെഗ് ലാറ്ററൽസ്. ഓക്കെ. അപ്പോൾ ഈ നടുക്കത്തെ 2 പല്ലിന് സൈഡിലുള്ള പല്ലുകൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ പല്ലുകൾക്ക് തമ്മിൽ സ്പേസിങ് കാണുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ ലൈക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഇനി അടുത്ത കോളേജിലേക്ക് പോവാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ചിരി ഒന്ന് റെഡിയാക്കി എടുക്കണം ഡോക്ടർ, എനിക്ക് ഭയങ്കര നെർവസ് ആണ്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും എനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് ഒത്തിരി ചിരിക്കുന്ന ആളുമാണ്. അപ്പൊ എനിക്ക് ചിരിക്കണമെങ്കിൽ തന്നെ എന്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഉള്ളിടത്ത് മാത്രം ഞാൻ ഇങ്ങനെ എന്റെ പല്ല് മറന്ന് ഞാൻ ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് എല്ലായിടത്തും ചിരിക്കാൻ പറ്റണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കേസ് അനലൈസ് ചെയ്തു, ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. ഐ ഡിഡ് എ കോമ്പോസിറ്റ് സ്മൈൽ കറക്ഷൻ ഫോർ ദാറ്റ് പേഷ്യന്റ്. ഇറ്റ് ടേൺ ഔട്ട് ടു ബി ഗുഡ്. അപ്പോൾ ഞാൻ ആ കേസ് ചെയ്തതിന് ശേഷം ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് ആ മൊമെന്ററി അവന് ചേഞ്ച് ഉണ്ടായത് തന്നെ ലൈക്ക് ഞാൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ and he was very confident. He turned out to be very confident. He was little more healthy at that point.
ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 months ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ വീണ്ടും കാണുന്നത്. ആ 6 months ഈവൻ ഹി ഹാസ് ഫോക്കസ് മോർ ഇൻ ടു ഹിസ് ഹെൽത്ത്. ഈ ഒരു സ്മൈൽ ക്രിയേറ്റ് ചെയ്ത ചേഞ്ച് അവന്റെ ഈവൻ ലൈഫ് ഹാബിറ്റ്സിൽ വരെ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവന്റെ സ്മൈൽ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഹി സ്റ്റാർട്ട് മോർ ഫോക്കസിങ് ഓൺ നമ്മൾ ഒത്തിരി നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. നമ്മൾ എത്രയും ബെറ്റർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളിലേക്കുള്ള കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ള റിയലൈസേഷൻ വരെ ആ ചെറുപ്പക്കാരനുണ്ടായി. ഇൻ 6 months സ്പാൻ അവൻ ഇൻ ദ ലുക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, വളരെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ ഞാൻ പ്രോബ്ലി ഞാൻ ചെയ്തതാണോ എന്നറിയില്ല, ലൈക്ക് എൻ്റെ ഒരു ചെറിയൊരു ഹെൽപ്പ് അവന്റെ ലൈഫിൽ ആ തോട്ട് പ്രോസസ് തന്നെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ അവന് വന്നപ്പോൾ തന്നെ അവന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, അവൻ ബിക്കം മോർ കോൺഫിഡൻറ്റ്, ഹൗ ഹി പ്രസന്റ് ടു ദ ക്രൗഡ് ചേഞ്ച് ചെയ്തു. ആൻഡ് ഹി സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മീ, ലൈക്ക് ഹി ഈസ് വെരി ഹാപ്പി അബൌട്ട് വാട്ട് ഐ ഗിഫ്റ്റഡ് ടു ഹിം. ദാറ്റ് ഈസ് വൺ സിറ്റുവേഷൻ. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യന്റിന്റെ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് സ്പെഷ്യലിസ്റ്റുമായിട്ട് ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് അതുപോലെ ഡെർമറ്റോളജിസ്റ്റ് ഇവരെയൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാമോ? ചില ക്ലയൻസ് വരുന്നത് നല്ലൊരു ചിരിയിൽ ഉപരി വേറെ എന്തൊക്കെ ആഡ് ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് റിക്വയർമെന്റ് ആയിട്ട് തന്നെ വരുന്ന ചില ക്ലയൻസുകളുണ്ടാവും. ഓക്കെ, ലൈക്ക് ഐ നീഡ് എ ഗുഡ് സ്കിൻ, എനിക്ക് എൻ്റെ പല്ലുകൾ ശരിയാക്കണം, എൻ്റെ ചുണ്ടുകൾ കൂടി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മൾ പുറമേ നിന്നുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല, ലൈക്ക് ദ ട്രീറ്റ്മെന്റ് ഷുഡ് ഹാപ്പൻ ഇൻസൈഡ് ഔട്ട് ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ഇൻ. ഓക്കെ, അപ്പം ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് സപ്ലിമെന്റ്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, ഗം ഹെൽത്ത് അനലൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സ്കിൻ സപ്ലിമെന്റ്സ്, സ്കിൻ ബൂസ്റ്റിംഗ് ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് കൊളാബറേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ലിപ് ഫില്ലേഴ്സ് വേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഒരു നല്ലൊരു സ്മൈൽ ലൈൻ കിട്ടണം. ബേസിക്കലി ഒരു നല്ലൊരു സ്മൈൽ ലൈൻ എന്ന് പറയുമ്പോൾ അപ്പർ സ്മൈൽ ആർച്ചും അപ്പർ ലിപ്പ് ലൈനും ഒരേപോലെ സിങ്ക്രണൈസ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു സ്മൈൽ ഉണ്ടാവും. അപ്പോൾ ചില സിറ്റുവേഷനിൽ ലിപ് ഫില്ലേഴ്സ് കൊടുക്കേണ്ടി വരും. ചില പേഷ്യൻസിന്റെ കേസിൽ ഗം വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് എങ്കിൽ ഗം വിസിബിലിറ്റി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ജിഞ്ചൈവൽ കോൺടൂറിങ് എന്നുള്ള പ്രൊസീജിയർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഒരു പെരിയോഡോണ്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. ചില സമയത്ത് മോണകളുടെ സൈസ് അല്ലെങ്കിൽ ഒരു ആർച്ചിന്റെ വിഡ്ത്ത് ഒക്കെ കുറവുള്ള കേസാണെങ്കിൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റും കൂടി ആഡ് ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ അപ്പോൾ ഓർത്തഡോണ്ടിസ്റ്റ്, മാക്സിലോഫേഷ്യൽ സർജൻ, ഡെർമറ്റോളജിസ്റ്റ്, അങ്ങനെ ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ വാട്ട് പേഷ്യന്റ് നീഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ട് എടുക്കുക. അങ്ങനെ ഫംഗ്ഷനും എസ്തെറ്റിക്സും അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഫൈനൽ ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. പേഷ്യന്റ് വുഡ് ബി ഹാപ്പി, ലൈക്ക് നമുക്ക് വിചാരിച്ചേക്കാളും ബെറ്റർ റിസൾട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദേ വിൽ ബി ഓൾവേസ് ഹാപ്പി. ഇപ്പൊ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോ നമ്മുടെ ഒരു ഓരോ ഏജ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു 5 years 10 years കഴിയുമ്പോഴും നമ്മളുടെ ഒരു നാച്ചുറൽ ലുക്കിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഓക്കെ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ 2 കൺസേൺസ് ഉണ്ട്, ഡെന്റൽ ആൻഡ് സ്കിൻ കൺസേൺസ്. ഓക്കെ, ഈ 2 ഫാക്ടേഴ്സ് ആണ് ബേസിക്കലി ഏജിങ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരാൾക്ക് പല്ലുകൾ കൊഴിയുന്നു, സ്കിന്നുകൾ ചുളിവ് വരുന്നു, ഇതൊക്കെയാണ് ബേസിക്കലി ഏജിങ്ങിനെ നോട്ടിഫൈ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള കൺസേൺസ്. അപ്പോൾ ഐ വുഡ് സേ ഓൾവേസ് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് ഇസ് ഓൾവേസ് ബെറ്റർ, അല്ലെങ്കിൽ ഓൾവേസ് ഗോ ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. അത് എന്തിന് എപ്പോൾ റൈറ്റ് ടൈം എന്നുള്ളത്. ഒരു സ്കിൻ ഫാക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്കിൻ റൂട്ടീൻസ്, അതിനേക്കാളും ഉപരി ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ ആണ് എല്ലാത്തിലും ഉപരി ഫസ്റ്റ് നിൽക്കുക. ഓക്കെ, ഏത് ട്രീറ്റ്മെന്റിനേക്കാളും പ്രയർ ആയിട്ട് ഇൻ പേഴ്സൺ ഒരു ഡോക്ടറെ സഹായം ഇല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ കിടക്കുക. ഒരു ഗുഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, പ്രോട്ടീൻസ്, കാർബ്, ഫൈബേഴ്സ് ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒരു ചെറിയൊരു ഏജ് വരെ, ഒരു 15 അല്ലെങ്കിൽ 20 വയസ്സ് വരെയൊക്കെ നമ്മുടെ ബോഡി നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു 25-30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ബോഡി. അങ്ങനെയാണ് ബേസിക്കലി എല്ലാം വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു ബേസിക് തിങ് ടു ബി ടേക്കൺ കെയർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഹൈഡ്രേഷൻ, പ്രോപ്പർ ഡയറ്റ്, പിന്നെ അപ്ലൈയിങ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. അതാണ് സ്കിന്നിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒരു കാര്യം. ഒരു ആസ് എ പ്രിവെന്റീവ് തിങ്, ലൈക്ക് ഏജിങ് എത്തുകൊണ്ട് ഇല്ലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഒരു 25 years കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ്, എന്തെങ്കിലും ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ, ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ഉണ്ടോ,
പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഡെന്റൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരാൾ ഡെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ടൈം അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് 6 months മുതലേ നമുക്ക് ഡെന്റൽ ഹെൽത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അത് പലരും തിരിച്ചറിയാതെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും എത്താത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല, പലർക്കും അറിയില്ല. ഒരു കുട്ടി ജനിച്ച് 6 months മുതൽ ആ കുട്ടി ഫീഡിങ്ങിന് ശേഷം തന്നെ ഈവൻ ആ കുട്ടിയുടെ പല്ലില്ലെങ്കിൽ പോലും ആ ഗംസ് ഒരു ലൂക്ക് ഹോം വാട്ടറിൽ കോട്ടനോ അല്ലെങ്കിൽ ഗോസോ ഡിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്ന ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് ഒരു കേസ് പ്രിവെന്റീവ് ആക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ ദ കൈൻഡ് ഓഫ് ബ്രഷ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക എപ്പോഴും പ്രിഫറബിളി. കറക്റ്റ് ടൂത്ത് പേസ്റ്റ് കറക്റ്റ് എമൗണ്ടിൽ യൂസ് ചെയ്യുക. റൈറ്റ് മെത്തേഡ് ഓഫ് ബ്രഷിങ് ഓപ്റ്റ് ചെയ്യുക. പിന്നെ ഒരു എവറി 6 months ഒരു റൂട്ടീൻ ഡെന്റൽ ചെക്കപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ഒരു ഈ പറയുന്ന പോലെ ചെക്കപ്പ് ചെയ്യുക. ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. കെരീസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ ഫില്ല് ചെയ്യുക. പിന്നെ നല്ലൊരു ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ ഡെന്റൽ ഹെൽത്ത് നമുക്ക് ഫേവറിങ് ആയിരിക്കും പൊതുവെ. ബട്ട് നല്ലൊരു ജെനറ്റിക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്തായാലും റൂട്ടീൻ ഡെന്റൽ ചെക്കപ്പ് സ്കിപ്പ് ഔട്ട് ചെയ്യാതെ നോക്കുക. പ്രിവെന്റീവ് മെഷേഴ്സ് ആർ ഓൾവേസ് ബെറ്റർ. അപ്പോൾ അങ്ങനെ ഡെക്കേഡ്സ് വെച്ച് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറയില്ല. ലൈക്ക് പ്രിവെന്റീവ് തിങ്സ് യു ടേക്ക് കെയർ, റെസ്റ്റ് യു ലീവ് ഇറ്റ് ടു ദ ഡോക്ടർ. നമുക്ക് നമ്മളുടെ ഒരു പേഷ്യന്റിന്റെ ഔട്ട്ലുക്ക് മൊത്തത്തിൽ മാറ്റാന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമല്ലാണ്ട് എസ്തെറ്റിക് ട്രീറ്റ്മെന്റിനെ നമ്മൾ എത്രത്തോളം സെൽഫ് കെയറുമായിട്ട് അങ്ങനെ റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ? സോ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് പെർട്ടിക്കുലർലി വളരെയധികം ബ്ലൂം ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണ് ഇപ്പോൾ. ഓൾമോസ്റ്റ് എല്ലാവരും എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈവൻ സ്കിൻ കെയർ റൂട്ടീൻസ് വളരെയധികം ഫേമസ് ആണ്. സോ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിനെ പെർട്ടിക്കുലർലി ഒരു എക്സ്റ്റീരിയർ എൻഹാൻസ്മെന്റ് എന്ന രീതിയിൽ കാണാതെ അല്ലെങ്കിൽ ഒരു പുറമോടി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിലല്ലാതെ ഒരു വെൽബീയിങ്ങിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. അതുപോലെ നമ്മുടെ സെൽഫ് കെയർ റുട്ടീൻ എന്ന രീതിയിൽ അതിനെ ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരാണെങ്കിൽ ആയിരിക്കും അതൊരു ബെറ്റർ വേ ടു ലുക്ക് ഇൻ ടു എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ്. എസ്തെറ്റിക് ട്രീറ്റ്മെന്റ് പെർട്ടിക്കുലർലി നമ്മൾ പറയുമ്പം പുറത്ത് സൗന്ദര്യം കൂട്ടുക അല്ലെങ്കിൽ വെളുപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് എന്നൊക്കെയുള്ള ഒരു മിസ്കോൺസെപ്റ്റ്സ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല, അത് നമ്മുടെ നോർമൽ റൊട്ടീന്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജിമ്മിന് പോയി ടു ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽഫ് ഓർ ടു ഫോളോ എ ഹെൽത്തി ഡയറ്റ് ടു ഫീൽ ബെറ്റർ അബൌട്ട് അവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മൾ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിനെയും കാണണം എന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. മാം, നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഒരു ക്ലയന്റ് നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഈ ഫസ്റ്റ് ടൈം ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പം ഇവരുടെ ഒരു സെൽഫ് കെയർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു കൗൺസിലിംഗ് സെക്ഷൻ എന്നുള്ളത് ഒന്ന് പറയാം? സോ ഒരു പേഷ്യന്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഡീറ്റെയിൽ കൺസൾട്ടേഷൻ എന്തായാലും ഉണ്ടാവും. ഡീറ്റെയിൽ കൺസൾട്ടേഷന്റെ സമയത്ത് എന്തുകൊണ്ടാണ് ക്ലയന്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത്, വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് മോട്ടീവ് ബിഹൈൻഡ് ഹിം കമ്മിങ് ടു അവർ ക്ലിനിക്, ഹിം ഓർ ഹെർ, എന്താണ്, അതായത് അവരുടെ ചിലപ്പം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടാകും. എസ്പെഷ്യലി എസ്തെറ്റിക് ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യുന്ന ഒരു ക്ലയന്റിനെ ഇമോഷണലി നമ്മൾ അധികം ആസ് യു സെഡ് കൗൺസിലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ചിലപ്പോൾ അവർ ഒരുപാട് സെൽഫ് ഡൗട്ടോടെ അവരുടെ ഹെയർ ലോസ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് അവരെ വളരെയധികം ബോദർ ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ആള് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകുന്നത്. ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ഓഡിയൻസിൽ എസ്പെഷ്യലി ആൾക്കാർ അധികം പെട്ടെന്ന് തന്നെ ഓക്കെ എനിക്കൊരു ആക്നെ വന്നു, ഞാൻ ഒരു എസ്തെറ്റിക് ക്ലിനിക്കിലേക്ക് പോകട്ടെ എന്നല്ല ചിന്തിക്കുക. ഒബ്വിയസ്ലി ദേ വിൽ ബി ഡൂയിങ് ദെയർ ഓൺ ഹോം കെയർ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഓക്കെ ഇത് ശരിയാവുന്നില്ല, ലെറ്റ് മീ ഗോ ടു എ പ്രൊഫഷണൽ എന്ന ഒരു തോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കറേജ് കാണിച്ച ഒരു പേഷ്യന്റിനെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ ഒബ്വിയസ്ലി വി നീഡ് ടു ബി എൻകറേജിങ് ദം ഫോർ ഷോയിങ് ദാറ്റ് കറേജ്. ഓക്കെ നമ്മുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കറേജിനെ ഒബ്വിയസ്ലി വി ഷുഡ് ബി എൻകറേജിങ് ദം. സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുക. എന്താണ് ആളുടെ കൺസേൺ അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കാനും പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില പേഷ്യൻസ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൊണ്ടായിരിക്കും വരിക. ആൻഡ് എസ്പെഷ്യലി റൈറ്റ് നൗ ഈ ഡിജിറ്റൽ എറയിൽ ഒരുപാട് പേര് പല റിസർച്ചുകളും ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക.
they might be having a lot of Google searches behind and coming to us and asking so many questions. പക്ഷെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയാണ് പ്രോസസ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ആദ്യം തന്നെ നമ്മൾക്കൊരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനൊരു കൺസിസ്റ്റൻസിയും സട്ടിൽ ആയിട്ടുള്ള ചേഞ്ചസുമാണ് നമ്മൾ ഒരു ലോങ് ടേം ഗോളിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആസ് ഐ സെഡ്, നമ്മൾ ഒരു ഡീറ്റെയിൽ കൗൺസിലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമേജ് ഇഷ്യൂസ് കൂടി ഈ എസ്തെറ്റിക് ട്രീറ്റ്മെന്റിന്റെ ഒരു അണ്ടർലൈൻ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു പേഷ്യന്റ് ഫസ്റ്റ് ടൈം വരുമ്പോൾ അവരുടെ ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷൻ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അവരുടെ ഒരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ എങ്ങനെ അവരുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റാം എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു പേഷ്യന്റ് അടുത്തേക്ക് വരുമ്പോൾ അഗൈൻ ഒബ്വിയസ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്നല്ലാതെ എങ്ങനെ ഹൗ ആർ യു ബേസിക്കലി ആൻഡ് വാട്ട് ഇസ് യുവർ ഇമോഷണൽ സ്റ്റേറ്റ് അബൌട്ട് ഓക്കെ എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ചിലവർ ഒരു വളരെയധികം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ടായിരിക്കും ഓക്കെ എനിക്ക് ഇതിൽ നിന്നും ഐ നീഡ് ടു കം ഔട്ട് ഓഫ് ദിസ്, സോ ലെറ്റ് മീ ഹാവ് സംതിങ് അല്ലെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം കോസ് എന്തുകൊണ്ടാണ് ആൾക്കാർ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, നമ്മൾ ട്രസ്റ്റ് പേഷ്യൻസിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ മെയിൻ തിങ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഓണസ്റ്റി ആൻഡ് എംപതി. ഓണസ്റ്റി എന്ന് പറയുമ്പം നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത് പറയുക. അഗൈൻ ആസ് ഐ സെഡ് ഏർലിയർ, പേഷ്യന്റ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രീറ്റ്മെന്റ് എത്ര മീൻസ് ഇപ്പോൾ വീക്ക്ലി അതായത് അതിൻ്റെ ഡൗൺ ടൈം എത്രയാണ്, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട സ്കിൻ കെയർ റെജിമെന്റ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും. നമ്മൾ ക്ലിനിക് ട്രീറ്റ്മെന്റും സ്കിൻ കെയറും മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇതിലേക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ബിൽഡിംഗ് എ ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ബിൽഡിങ്ങിന് ഒബ്വിയസ്ലി നമ്മൾ നമ്മുടേതായിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുക, നമ്മുടെ പേഷ്യന്റ് ഹിസ്റ്ററീസ് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ്സ് വരിക. അതുപോലെ നിങ്ങളുടെ ഒരു 50% കോൺട്രിബ്യൂഷനും വേണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക പേഷ്യന്റിന്റെ അടുത്ത്. നെക്സ്റ്റ് ഇസ് എംപതി. എംപതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും പറഞ്ഞ ഒരു ആൻസറും കൂടിയിട്ടാണ്. അതായത് എസ്തെറ്റിക് ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എംപതി. കാരണം ആൾക്കാർ വളരെയധികം ചിലപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്, സെൽഫ് ഡൗട്ട് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ ഓണസ്റ്റ് ആയിട്ടുള്ള അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നൊരു തോട്ട് നമ്മുടെ പേഷ്യൻസിന് വരേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ദേ ഷുഡന്റ് ബി ഹൈഡിങ് ബിഹൈൻഡ് വാട്ട് ദേ ആർ ഇൻസെക്യൂർ അബൌട്ട് to our aesthetic physician. In fact, they should be more open to their concerns. അവരുടെ കൺസേൺസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഫ്രണ്ടിലിരിക്കുന്നത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര കൺസേൺ ഉള്ള ഒരു കാര്യമാണ് ഏജിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു മിഡ് 20s ഒരാളുടെ ഒരു പേഷ്യന്റിന് എങ്ങനെയാണ് നമുക്ക് അവരുടെ ഏർലി സൈൻസ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഏജിങ്ങിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. സോ മിഡ് 20s എന്ന് പറയുമ്പം ഒബ്വിയസ്ലി നമ്മളൊരു പ്രൈം ഏജ് ആയിരിക്കും. സോ മിഡ് 20s നമ്മൾ ഏജിങ് സ്പെസിഫിക്കലി ഒരു കൺസേൺ ആയിരിക്കില്ല. ഓൾമോസ്റ്റ് എന്തെങ്കിലും സയൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് ചെറിയ രീതിയിലുള്ള ഫൈൻ ലൈൻസും ചെറിയ രീതിയിലുള്ള മേ ബി ലൈൻസ് ഓൺ ദ ഐ ഏരിയ, ക്രോസ് ഫീറ്റ് പോലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാക്കുക. ചെറിയ വോളിയം ലോസ് മേ ബി ഉണ്ടാകാം, സൺ ഡാമേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഉണ്ടാക്കുക. അപ്പം മിഡ് 20s മെയിൻ നമ്മൾ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ദി ഏജിങ് ആണ്. എത്രത്തോളം നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഒരു ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സയൻസ് ഓഫ് ഏജിങ്ങിനെ നമ്മൾ എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും മിഡ് 20s നമ്മളെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഹൈഡ്രേഷൻ, അതുപോലെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സ്കിൻ പീൽസ്, റേഡിയോ ഫ്രീക്വൻസി പോലുള്ള കാര്യങ്ങൾ, ഈവൻ കൊളാജൻ ഇൻഡക്ഷൻ തെറപ്പീസ് ആയിട്ടുള്ള മൈക്രോനീഡ്ലിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈവൻ ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം എടുക്കുന്നതിനോടൊപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് സ്കിൻ കെയർ റെജിമെൻ ഫോളോ ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് മേ ബി ആന്റി ഓക്സിഡൻസ്, അതുപോലെ ഈവൻ SPF, മോയ്സ്ചറൈസേഷൻ തുടങ്ങിയ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെയിൻലി 20s പ്രിവെൻഷൻ ഓഫ് ഏജിങ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ മെയിൻലി ക്ലിനിക്കുകളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഈച്ച് ഡെക്കേഡ് ഓഫ് ലൈഫിൽ നമുക്ക് നമ്മളുടെ ഒരു നാച്ചുറൽ ലുക്കിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ചെയ്യാറുള്ളത് ഒന്ന് പറയാമോ?
സോ ഈച്ച് ഡെക്കേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ 20s 30s 40s എന്ന് പറയുമ്പോൾ 20s ആസ് ഐ സെഡ് ഏർലിയർ 20s എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏജിങ് പ്രിവെൻഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉപയോഗിക്കാം, വിച്ച് ഇസ് അഗൈൻ ഹൈഡ്രോഫേഷ്യൽസ്, മെഡിഫേഷ്യൽസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഈവൻ ഹൈലറോണിക് ആസിഡ് സ്കിൻ ബൂസ്റ്റേഴ്സ് ഒരു നല്ല തെറപ്പിയാണ്. സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മുടെ ഒരു ഹൈഡ്രേഷൻ നിലനിർത്തുന്ന ഒരു പ്ലംപ് ഫുൾ ലുക്ക് തരുന്ന സ്കിൻ ബൂസ്റ്റേഴ്സും ഇഞ്ചെക്ടബിൾസ് ഒക്കെ ഉണ്ട്. ന്യൂറോ മോഡുലേറ്റേഴ്സ് ആയിട്ടുള്ള ബോട്ടോക്സ് ഫില്ലേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും ഈവൻ മിഡ് 20s. ഒരു പ്രിവെൻഷൻ, അതായത് നമ്മുടെ റിങ്കിൾസ് ലൈൻസ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ബട്ട് നോട്ട് വാസ്റ്റ്ലി. നേരെ 30s വരുമ്പം കുറച്ചും കൂടി നമ്മൾ കറക്ഷൻ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഏർലി കറക്ഷൻ ആണ് അവിടെ വരുന്നത് ഫോക്കസ്. ഏർലി കറക്ഷൻ എന്ന് പറയുമ്പോൾ അഗൈൻ ചെറിയ ഫൈൻ ലൈൻസ് വരുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ മോഡുലേറ്റേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ സ്കിൻ റീസർഫേസിംഗ് ട്രീറ്റ്മെന്റ്സ്, അതായത് കൊളാജൻ ഇൻഡക്ഷൻ. കൊളാജൻ ഇൻഡക്ഷൻ ഒബ്വിയസ്ലി ഈച്ച് ഡെക്കേഡ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഈ മൈക്രോനീഡ്ലിംഗ് ട്രീറ്റ്മെന്റ്സ്, അതുപോലെ ഫേസ് PRP ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊളാജൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പോ അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇൻ മിഡ് 30s റേഞ്ച്. കമ്മിങ് ടു ദ 40s അല്ലെങ്കിൽ ഈവൻ ഏർലി 50s ടൈമിൽ നമ്മൾ അഗൈൻ ലോട്ട് ഓഫ് വോളിയം ലോസ് ഉണ്ടാകും, സ്കിൻ സാഗിനെസ്, അതുപോലെ ജനറൽ സൈൻസ് ഓഫ് ഏജിങ് കുറച്ചും കൂടി പ്രോമിനന്റ് ആയിരിക്കും ഇൻ ദർ 40s and 50s ഒബ്വിയസ്ലി. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ വോളിയം ലോസ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അഗൈൻ ന്യൂറോ മോഡുലേറ്റേഴ്സ്, ഫില്ലർ ഇഞ്ചെക്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ സ്കിൻ ലിഫ്റ്റിംഗ് ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഹൈഫു, അതുപോലെ റേഡിയോ ഫ്രീക്വൻസി തെറപ്പീസ് ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ സ്കിൻ ടൈറ്റനിങ് ഇൻ ജനറൽ. സോ നമ്മുടെ ക്ലിനിക് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ലേസർ ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഈവൻ ഫ്രാക്ഷണൽ ലേസേഴ്സ്, CO2 ലേസേഴ്സ്, കുറച്ചും കൂടി മോർ അബ്ലേറ്റീവ് ആയിട്ടുള്ള ലേസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്കിൻ സർഫസ്, അതായത് കുറച്ചും കൂടി നല്ല രീതിയിലൊരു ടൈറ്റനിങ്ങും ഒരു ലിഫ്റ്റും കിട്ടുന്ന രീതിയിലായിരിക്കും ട്രീറ്റ്മെന്റ് റിസൾട്ട്സ് ഉണ്ടാകുക. സോ അഗൈൻ ആസ് ഐ സെഡ് ഏർലിയർ, ഈച്ച് ഡെക്കേഡ്സിലും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റെജിം ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സി ദ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക, ഏജിങ് ഒരു ഡിസീസ് ആണ് എന്ന് പറയാ അല്ല. ഇറ്റ്സ് അബൌട്ട് സപ്പോർട്ടിങ് യുവർ സ്കിൻ. ഈച്ച് ഡെക്കേഡിൽ അതായത് നമ്മളിപ്പോ നോർമലി നമ്മുടെ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് ഈച്ച് ഡെക്കേഡിൽ ചില രീതിയിലുള്ള സപ്പോർട്ട്സ് പല പല ഏരിയാസിലായിരിക്കും വേണ്ട. അത് മനസ്സിലാക്കി അതിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്രോച്ച് ആയിരിക്കേണ്ടത്. ആൻഡ് ആസ് ഐ സെഡ്, ഏജിങ് ഇസ് നോട്ട് എ ഡിസീസ്. വി ആർ ട്രൈങ്. അതുപോലെ നമ്മൾ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതല്ല, അത് സ്കിൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് പ്രോഗ്രസ്. നമ്മളൊരു നല്ല രീതിയിലൊരു പ്രോഗ്രസ് കൊടുക്കുക ഈച്ച് ഡെക്കേഡ് ഓഫ് ലൈഫിൽ. അതാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ.